കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധി ആരാധനയിൽ പങ്കെടുക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ, നിങ്ങളെ ഏവരെയും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ യോഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവദാസൻ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ UKCCM ഡയറക്ടർ Reverend Dr. Joe Kurian, Pastor John Mathai, Pastor Thomas George, Evangelist Donnie Thomas, Pastor Shinu Yohanan, Pastor Saji Samuel, Pastor Rejoy Stephen, Pastor Blessing Thomas, Brother Christo Wilson, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരു വാക്കിൽ വന്ദനം ചെയ്യുന്നു. കാരണം ഈ എക്സിക്യൂട്ടീവ്സ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ കോൺഫറൻസിന് വേണ്ടിയും കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുമൊക്കെ പല രീതിയിൽ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തവരാണല്ലോ. ഈ സമാപന നിമിഷങ്ങളിൽ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട, വർഷങ്ങൾ കൊണ്ടറിയാവുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ചെറിയാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആയിരുന്ന പാസ്റ്റർ ഷിബു തോമസ്, അങ്ങനെയുള്ള അനേകം ആൾക്കാരെ വർഷങ്ങൾക്ക് ശേഷം കാണുവാനും, ഷിബു മത്തായി പാസ്റ്റർ, ബന്ധങ്ങൾ പുതുക്കുവാനും, നിങ്ങളിൽ കുറേ പേരെ പരിചയപ്പെടുവാനും, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അറിയാവുന്നവരെ കാണുവാനും, അങ്ങനെ വളരെ നല്ല അനുഭവങ്ങൾ, എല്ലാറ്റിലും ഉപരി കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ ലഭിക്കുന്ന ആ സമയം, അവസരം, നിയോഗം, ദൂതുകൾ, അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന ആ ഭാഗം തന്നെ അവസാനമായിട്ട് ശ്രദ്ധിപ്പാനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. റോമാലേഖനം 14:17 വാക്യമാണ് കുറിവാക്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. നമ്മൾ 2 സെഷനിലും അത് വായിച്ചു തുടങ്ങി. അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടെ റോമൻസ് 14:17 ഞാൻ വായിക്കട്ടെ. For the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. ഒരു ദൈവസഭ എന്നാൽ അതിൻ്റെ നിർവചനം, സഭ എന്നാൽ എന്താ, എന്തിനാ സഭയിൽ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഈ കാലത്തിൽ വ്യത്യസ്തമായ മറുപടികൾ നമുക്ക് കേൾപ്പാൻ സാധിക്കും. There is something called churchless Christianity. They don't believe in church. They don't go to church. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവുമായിട്ട് ബന്ധം എനിക്ക് വ്യക്തിപരമായി ഉണ്ടെങ്കിൽ why should I be part of a congregation? Giving them money, going there, driving, parking. It's all headache. I can sit at home, connect with the Almighty God. Why church? അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഇനിയും ചർച്ച് തന്നെ തിരഞ്ഞെടുക്കുന്നത് വൈകല്യമായ കാഴ്ചപ്പാടിൽ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നോക്കി ചർച്ച് തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഒരു ഫേമസ് പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരിടത്തു നിന്നും വേറൊരിടത്തേക്ക് മാറുന്നവരുണ്ട്. പാർക്കിംഗ് ലോട്ടിൻ്റെ വലിപ്പം നോക്കി ചർച്ച് തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് എത്ര ഉണ്ട് എന്ന് നോക്കി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ അവസരം കിട്ടുമോ എന്ന് നോക്കി ചർച്ച് സെലക്ട് ചെയ്യുന്നവരുണ്ട്. എന്താ ചർച്ച്? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചർച്ചിൻ്റെ വേറൊരു പ്രയോഗമാണത്. ദൈവം ഭരിക്കുന്ന ആ വീട്, ദൈവത്തിൻ്റെ രാജ്യം, ദൈവം രാജാവായ, കർത്താവായ, തലയായ ആ ചർച്ചിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സങ്കല്പം എന്താണ്? ഇന്നത്തെ ഒരു സാമാന്യ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ, ഞാൻ 1-2 കാര്യങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് രാവിലെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത്, എന്തിനാ ബ്രദറെ ചർച്ചിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ പറയും, കൂട്ടായ്മ. നല്ല കൂട്ടായ്മയാണ് ഞങ്ങളുടെ ചർച്ചിൽ. പക്ഷേ there is a big danger here. If church is all about koinonia, fellowship, then chances are it can reduce, shrink and become a club very soon. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആഹ്ലാദിക്കാനും ഭക്ഷണം കഴിക്കാനും വല്ലപ്പോഴും ഇങ്ങനെ പാട്ടുകളൊക്കെ പാടാനും, ടു ഡിസ്പ്ലേ അവർ ടാലൻസ്, അതാ ചർച്ചെങ്കിൽ
ഞാൻ മറ്റൊരു രാജ്യത്തിൽ ഈ കഴിഞ്ഞിടെ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. രാവിലെ സെഷൻ, വൈകിട്ട് സെഷൻ, അതിൻ്റെ ഇടയ്ക്ക് വേറെ സെഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരല്പസമയം പ്രാർത്ഥിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഇരുന്ന സമയത്ത് സംഘാടകരിൽ ഒരാൾ വന്ന് പറഞ്ഞു, പാസ്റ്റർ യു ഷുഡ് കം ജസ്റ്റ് ഫോർ 1 hour ഇഫ് യു ക്യാൻ കം ടു ദ ഹോൾ, വി റിയലി അപ്രീഷിയേറ്റ്. ഞാൻ പറഞ്ഞു, റിയലി യു? യെസ് വരണം. എന്താ പറ്റി? ലാസ്റ്റ് ഇയറിൽ വി ഹാഡ് എ ബിഗ് പ്രോബ്ലം, ഇഫ് യു കം തിങ്സ് വിൽ ബി ഓക്കെ. എന്തോ, വാട്ട് ക്യാൻ ഐ ഡു? എന്തോ എന്ന് ചോദിച്ചാൽ ബൈബിൾ ക്വിസ് മത്സരമാണ്. ഇതുപോലൊരു കോൺഫറൻസാണ്. ബൈബിൾ ക്വിസ് മത്സരത്തിൽ അവർ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഇത് നടത്തി ചർച്ചുകളെല്ലാം തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. സിൻസ് യു ആർ എ ന്യൂട്രൽ പേഴ്സൺ, യു ഡോണ്ട് നോ എനിബഡി, യു ജസ്റ്റ് കം, തിങ്സ് വിൽ ബി ഓക്കെ. ഞാൻ തിരിച്ചു മുറിയിൽ പോയപ്പോൾ ചിന്തിച്ചു, എന്തുവാ പഠിച്ചത്? മത്തായിയുടെ സുവിശേഷം. എന്തുവാ ഇതിൻ്റെ റിസൾട്ട്? ചർച്ചുകൾ തമ്മിൽ ഭയങ്കര പ്രശ്നം, പാസ്റ്റേഴ്സ് തമ്മിൽ പ്രശ്നം. ആ ചോദ്യം ചോദിച്ചത് ക്ലിയർ ആയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന് ആൻസർ ചെയ്യാൻ വയ്യാതായി പോയത്. മറ്റേ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ ആദ്യം കൈ പൊക്കിയത്. എല്ലാം പ്രശ്നം. If church is all about having a good time, we go to church for fellowship and we get to sing, we get to participate in various competition. I'm scared of that word personally, scared. If it is all about that, very soon you will see the best, the skillful, talented up here. And very soon, like in any other club, there will be huge difference between rich, poor, talented, not so skilled, and this faction and friction will build on. You ask some other people, why do you go to church? What is church for you? Avaru parayum, we go to church because it's a mission-oriented church. Wait a minute. If you go to a church just because of their emphasis on mission, അവർക്ക് ട്രാക്ട് ഉണ്ട്, അവർക്ക് സുവിശേഷീകരണമുണ്ട്, വെരി സൂൺ, if we are not careful, it can reduce, shrink and become a religious fanatic group. മത തീവ്രവാദം പിടിച്ച, എന്തിനാ ഈ ട്രാക്ട് കൊടുക്കുന്നേ അറിയത്തില്ല, ദൈവസ്നേഹം ഇല്ല. We want to conquer the world. റിലീജിയസ് ഫനറ്റിസിസം തലക്ക് പിടിക്കാം, ഭ്രാന്ത് പോലെ പിടിക്കാം. If we go to a congregation, no, it's not fellowship for me, it's not missions for me, it's worship. I like worship. Why did you move, brother, from that previous church? ചുമ്മാ അവിടുത്തെ വർഷിപ്പ്, ഇവിടെ വർഷിപ്പ് എന്തോ? what do you mean by that? ഇവിടെ നല്ല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. Very soon, if we are not careful, this worship can reduce, bring down the whole focus not on God, on you. Worship will reduce to a mere self-centered, soulish experience of venting out our emotions if we are not careful. നമ്മുടെ ജഡത്തിൽ നിന്ന് പൊങ്ങി വരുന്ന, എനിക്കൊരു സുഖം കിട്ടുന്ന, എൻ്റെ ഒരു വികാരങ്ങൾ പങ്കുവെക്കുന്ന ഒരു അനുഭവമായി വർഷിപ്പ് മാറും. അതൊരു ദിവസം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകാൻ നേരം പറയും, ഇന്നത്തെ അവൻ്റെ ആ വായന ശരിയായില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. വർഷിപ്പ് ഈസ് ഫോർ ഹും? ഈസ് ഇറ്റ് ഫോർ മീ ടു ഫീൽ ഗുഡ്? ഐ എൻജോയ്ഡ് വർഷിപ്പ് ടുഡേ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, if church is all about worship and our idea is about I have to feel good when people sing, then who is the audience of worship? We are mistaken. ഓരോ പ്രാവശ്യവും പാട്ട് ഇവിടെ പാടുമ്പോൾ, ഒരു ഗിറ്റാറും കൊണ്ട് ഒരാൾ കയറുമ്പോൾ, it is not to please people in the pews. The audience of worship is the Almighty God എന്നുള്ള കാഴ്ചപ്പാട് ഇല്ലാതെ പോയാൽ it will just be another emotional venting out, feeling good experience. ചിലർ പറയും, ഇതൊന്നും അല്ല, മിഷനും അല്ല, വർഷിപ്പും അല്ല, ഫെലോഷിപ്പും അല്ല. For us, we go to church because we want to receive some blessing. ഇങ്ങനെയുള്ളവർ പറയാൻ സാധ്യതയുള്ള, I know I cannot make it on time, 10 o'clock worship starts, but somehow I'll come. അവരുടെ മനസ്സിലിരിക്കുന്നത്, പോയില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം വല്ലതും ഉണ്ടാവുമോ? ഇപ്പം രാവിലെ സമയത്തിന് എഴുന്നേക്കേണ്ടത് എഴുന്നേക്കാതെ
10 യോഗം തുടങ്ങുന്ന ആ ഇതൊക്കെ ഒന്ന് പോയി ഒന്ന് അറ്റൻഡൻസ് വെച്ചാൽ മതി. ദൈവം എന്നോട് കോപിക്കരുതേ, പ്രൊമോഷന്റെ കാര്യം വരുമ്പോൾ ഞാൻ ചർച്ച് മുടക്കാതെ പോയില്ല, എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ പോയേ. This understanding of church can bring down the whole idea of God's dream for a church. അതെങ്ങനെ ഒരു ചർച്ചായി മാറുമെന്നറിയാമോ? We will have an understanding of a celestial being sitting somewhere up, and he is looking at how many people came on Sunday. Oh, you are here. Okay, then I am going to move my cards so that you will have a comfortable life in the coming week. അങ്ങനെയുള്ളവരാണ് ഈ സെലസ്റ്റിയൽ ബീയിങ് കാർഡ് കളിക്കാതെ വരുമ്പോൾ ഇങ്ങനെ വന്നിരിക്കും. അല്ലെങ്കിൽ വർഷിപ്പ് ലീഡർ പറയുമ്പോൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Why should I praise God? Because he has done this to me. Because our expectation is I go to church because I receive. ഇങ്ങനെ ഒരാള് ഞങ്ങളുടെ അവിടെ പറഞ്ഞത്, ലോക്കൽ ചർച്ചിൽ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. We don't come to church to give, we come to church to receive. സ്ഥിരമായി കൂട്ടായ്മകളിലൊന്നും ഭാഗമാകാതിരുന്നപ്പോൾ ഒരാൾ ചോദിച്ചു, what happened? You are not committed to the church. We don't come to give, we come to church to receive, and we want to make sure we are there. പ്രിയ ദൈവമക്കളെ, ഈ റോമർ 14:17 സഭയുടെ സങ്കല്പവും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്ന് എൻ്റെ ഈ പരിമിതമായ സമയത്തിൽ പറഞ്ഞറിയിക്കാൻ ഒക്കുമോ എന്നാണ് എൻ്റെ ഭയം. യേശുവിൻ്റെ ദൃഷ്ടിയിലുള്ള അപ്പോസ്തലന്റെ റിഫ്ലക്ഷൻസിലുള്ള ചർച്ചിന്റെ സങ്കല്പം is not just a place where people come and have koinonia. It's not a place where people are only driven with zeal so that they can make some converts. It's not just a place where we feel good when musical instruments are played and saying, I was so blessed by your worship today. That is not God's dream for an ideal church. എന്തോ എന്നാ ദൈവത്തിൻ്റെ സ്വപ്നം? ദൈവത്തിൻ്റെ സ്വപ്നം വിത്ത് ഓൾ ദ മെറ്റഫേഴ്സ്. ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസിന്റെ ആ ഡമാസ്കസ് എൻകൗണ്ടർ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഹി വെന്റ് ടു അറേബ്യ എന്നാണ് ഗലാത്യ ലേഖനം 1 പറയുന്നത്. 3 വർഷം അവിടെ ഉണ്ടായിരുന്നോണ്ടാ പല ബൈബിൾ കോളേജിലും 3 വർഷമാക്കി ഇപ്പൊ തീർത്തിരിക്കുന്നത്. പക്ഷെ അത് അറേബ്യ പലയിടത്തും അതാകുന്നില്ല, അത് വേറെ ഓരോന്നാകുന്നത്. കാരണം തിരിച്ചിറങ്ങി വരുമ്പം in most of the cases we see these days is professional people are coming out. ബൈബിൾ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ ഐ ഗെറ്റ്? എത്ര കിട്ടും എനിക്ക് എത്ര കിട്ടും? I want to place myself in a place where I will grow. I will grow what? I will first become assistant, then become director, then this is the thinking pattern of majority who are coming out of the Bible colleges. I can say this because I am part of a college. What is God's ideal? പൗലോസ് അറേബ്യയിൽ പോയി, ഞാൻ മനസ്സിലാക്കുന്നത് close to Mount Sinai, where God has dealt with the people of God, where law was given. ആ സ്ഥലത്ത് പോയി 3 years he is reflecting. ഡമാസ്കസ് എൻകൗണ്ടർ കഴിഞ്ഞിട്ട് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസും എംപ്റ്റി മൈൻഡും കൊണ്ടല്ല സുവിശേഷ വേല ചെയ്യാൻ ഇറങ്ങിയത്. He is deeply reflecting on Old Testament scriptures, what it means to be the people of God. സീനായി പർവ്വതത്തിന്റെ അടുക്കെ ദൈവം സംസാരിച്ച ഇടത്ത്, ദൈവം ന്യായപ്രമാണം കൊടുത്ത ഇടത്ത് അടുക്ക നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക, ആ വെളിച്ചം, യെസ് മൈ ഐസ് ആർ ഓപ്പൺ, ബട്ട് സ്പീക്ക് ടു മീ. ഐ വാണ്ട് ടു നോ വാട്ട് ഇറ്റ് മീൻസ് ടു സെർവ് യു, വാട്ട് ഇറ്റ് മീൻസ് ടു ഡെവലപ്പ് ദ ചർച്ച് ഓഫ് ഗോഡ് ആസ് പെർ യുവർ ഡ്രീം. ദൈവം കൈമാറി. It's like metaphors. പൗലോസിന്റെ മനസ്സിൽ one after the other. It's developing from one letter to other. You look at it, oh, it's developing. എന്ത് മെറ്റഫേഴ്സാ പൗലോസ് ഉപയോഗിച്ചെന്നറിയോ? Church is like the body of Christ. എന്നിട്ട് പറയാ church is like a building. വേറൊന്ന് പറയാ church is like the bride of Christ. ഞാൻ ഈ മെറ്റഫേഴ്സ് എല്ലാം നോക്കുമ്പോൾ വേർ ഈസ് ദി എംഫസിസ്? ചർച്ച് ഇസ് ദ ബോഡി എന്ന് പറയുമ്പോൾ എംഫസിസ് ഇസ് ഓൺ
head. It's connected to Christ. This is Christ's body. It's not just feel good. It's not just club. The focus is on Christ as the supreme head and Lord who directs the affairs of the church. Church as a building എന്ന് പറയുമ്പോൾ പൗലോസിന്റെ മനസ്സിലെ ഫോക്കസ് എന്താണെന്നറിയോ? കോർണർ സ്റ്റോൺ ഈസ് ജീസസ്. Then you build on it. The focus is Christocentric, Christ-centered community birthed and formed after the desires and attitude of Christ. ചർച്ച് ആസ് ദ ബ്രൈഡ് എന്ന് പറയുമ്പോൾ വീഡിയോ ഫോക്കസ് ഒരുങ്ങി നിൽക്കുന്ന മണവാട്ടിയല്ല, മണവാളന്നെയാണ് ഫോക്കസ്. ദിസ് ഈസ് മൈ ബ്രൈഡ്. ദ ഫോക്കസ് ഈസ് ക്രൈസ്റ്റ് ഓൾവേസ് വെൻ പോൾ ടോക്സ് അബൌട്ട് ചർച്ച്. അങ്ങനെയാണെങ്കിൽ ഈ റോമ സഭയിൽ സംഭവിക്കുന്ന ഈ അഡിയഫോറ എന്നാ ഇതിനെ വിളിക്കുന്നത്. അഡിയഫോറ എന്ന ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം things that are peripheral, things that are non-essentials, things which Bible doesn't promote or prohibits. അങ്ങനെയുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഗ്രേ ഏരിയ. There are no scriptural verses that prohibits it. There are no scriptural verses that promotes it. അങ്ങനെയുള്ള non-essential trivial matters. അതിൽ സഭ തമ്മിൽ വീക്കും സ്ട്രോങ്ങുമായി നിന്നപ്പോ അറേബ്യയിൽ പോയി ആ ബൈബിൾ റിഫ്ലക്റ്റ് ചെയ്ത ആത്മനിറവുള്ള എൻകൗണ്ടർ ഉള്ള പൗലോസ് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്. ദിസ് ഇസ് നോട്ട് ദ ട്രൂ വിഷൻ ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭ എന്ന് പറയുന്നത് വീക്കും സ്ട്രോങ്ങും തമ്മിൽ മല്ല് പിടിക്കുന്ന ഇടമല്ല. ദൈവസഭ എന്ന് പറയുന്നത് വീക്കിന് ഇഷ്ടമുള്ള പാട്ടുപാടി, സ്ട്രോങ്ങിന് ഇഷ്ടമുള്ള പാട്ടുപാടി, എല്ലാരെയും സന്തോഷിപ്പിച്ച് എന്നാൽ ഒരു ഉരസലുമുണ്ട്. അതല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ എന്തെന്ന് ചോദിച്ചാൽ വീക്കും സ്ട്രോങ്ങും ഒരുമിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ വന്ന് ഒരു മണവാട്ടിയായി ഒരുങ്ങി നിൽക്കുന്ന അതാ ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള സഭ. നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്നാ പൗലോസ് പറയുന്നത്. യു cannot afford to compete and compare in the body of Christ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആ പാഠത്തിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പൗലോസിന്റെ ഈ അപ്പീൽ, ദൈവരാജ്യം എന്നുള്ളത് തിന്നുകയും കുടിക്കുകയൊന്നും എന്ന് പറഞ്ഞാൽ forget about this trivial, non-essential, peripheral matters. Rise up and see what is church. Church എന്താന്ന് ചോദിച്ചാ righteousness, peace and joy. കാരണം ഈ മൂന്ന് കാര്യവും ക്രിസ്റ്റോസെൻട്രിക് കാര്യമാണ്. നീതിയെ ഡിഫൈൻ ചെയ്യുന്നത് ജീസസ് ആണ്. സമാധാനത്തിന്റെ പ്രഭു സമാധാനമായി നിരപ്പിച്ചത് യേശുവാണ്. സന്തോഷം ആത്മാവിലാ കിട്ടുന്നത്. ജീസസിനാൽ വരുന്ന ഒരു സന്തോഷമാണത്. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ ആ ആർഗ്യുമെന്റിന്റെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, some of us are content with that explanation. എനിക്കിതൊന്നും അറിയത്തില്ല. എന്തേലും കർത്താവ് എന്നോടൊന്ന് സംസാരിക്കും. ബൈബിൾ തുറക്കാനേ വയ്യ. നാളെ ആരോ പറഞ്ഞ പോലെ 2 മണിക്കൂർ പുള്ളി പ്രസംഗിച്ചു, പക്ഷെ ബൈബിൾ തുറന്നുപോലുമില്ല. നമ്മുടെ ഇടയിൽ അതിനെ കാണുന്നത് വാവ് എന്തോ കൃപയാ അത്. ബൈബിൾ തുറക്കാതെ 2 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ അത് അനോയിന്റിംഗ് ആയിട്ട് കരുതുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അനോയിന്റിംഗ് മസ്റ്റ് ലീഡ് ടു ദ വേർഡ്. കാരണം പരിശുദ്ധാത്മാവ് എന്തിനാ വന്നത്? യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർപ്പിക്കാൻ. Holy Spirit is sent to us so that we can understand the scriptures in all its worth. പൗലോസിന്റെ ആർഗ്യുമെന്റിന്റെ ആ പ്രധാന ഭാഗം ശ്രദ്ധിക്കണമേ. 7ാമത്തെ വാക്യം മുതൽ എല്ലാവരും ശ്രദ്ധിക്കണം. Verse 7 onwards. സഭയായി തീരണമെങ്കിൽ ഈ ആ ഒരു ഫൗണ്ടേഷണൽ ട്രൂത്ത് മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. ഞാൻ വായിക്കുന്നു. നമ്മിലെന്ന് പറയുമ്പോൾ സഭയിലാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല. ആരും തനിക്കായി തന്നെ മരിക്കുന്നില്ല. 8ാം വാക്യം. ജീവിക്കുന്നു എങ്കിൽ നാം ആർക്ക് ജീവിക്കുന്നു?
കാരണം ആരാ ഇതിന്റെ മൂലക്കല്ല്? കർത്താവ്. ആരാ ഇതിന്റെ ബ്രൈഡ് ഗ്രൂം? ജീസസ്. ആരാ ഇതിന്റെ തല? ക്രിസ്തു. അങ്ങനാണെങ്കിൽ നമ്മൾ ഇനി നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, പിന്നെ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അടുത്ത വാക്യം കൂടെ വായിക്കുന്നു. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പാസേജ്. ഒറ്റ വായന വായിച്ചാൽ നമുക്ക് ഇങ്ങനെ വിൽ ഡോസ് ഓഫ്, മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ ഇതൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും ഏകാഗ്രതയോടെ ആ ഭാഗങ്ങൾ നോക്കി. ചിലപ്പോഴൊക്കെ ഈ ഓവർഹെഡ് പ്രൊജക്ഷനൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ബൈബിൾ പോലും തുറക്കത്തില്ല, ഇങ്ങനെ നോക്കി അങ്ങ് കാഷ്വലായി പോകും. പക്ഷേ I encourage all of you, if you have your Bible, you open and see what it means by all this. I cannot live for myself. What it means? Because Christ has died and resurrected, He is the Lord of all. What is this argument that Paul is making to have unity in the church, to have a picture of the kingdom of God? ഇവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം, ജീവിക്കുന്നവർ തന്നെ ജീവിക്കില്ല, മരിക്കുന്നവർ നിങ്ങൾ തനിക്കായിട്ടല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് he is nailing the point on verse 9. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. For this very reason, ജീവിക്കുന്നവർ തന്നെത്താൻ ഇഷ്ടങ്ങൾക്ക് ജീവിക്കരുത്. For this reason Christ died and returned to life so that He might be the Lord of both dead and the living. എന്തുവാ പൗലോസിന്റെ ചിന്ത? സഭയിൽ വന്നവർക്ക് നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളും ഇച്ഛകളും ഇഷ്ടങ്ങളും ഒക്കെ ഇല്ലേ? ജീവിക്കുന്നത് ഇനിയും കർത്താവിന് വേണ്ടി, നമുക്ക് വേണ്ടി ജീവിക്കല്ലെന്നോ? എന്തോ ഈ പറയുന്നേ? മരിക്കുന്നവർ ഇനി കർത്താവിന് വേണ്ടി മരിക്കട്ടെ, എന്താ ഈ പറയുന്നേ? പൗലോസ് പറയുന്നേ അങ്ങനെ ജീവിക്കണം. കാരണം യേശു എന്ത് ചെയ്തു? യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കർത്താവായതുകൊണ്ട് പുറമോട്ട് നോക്കി പറയാ, ജീവിക്കുന്നവരെ യു ഡോണ്ട് ഹാവ് ചോയ്സ്, മരിക്കുന്നവരെ യു ഹാവ് ടു ഡൈ ഫോർ ദ ലോർഡ്. ബിക്കോസ് സംബഡി, ദ ഫസ്റ്റ് ഫ്രൂട്ട്, ദ ട്രെൻഡ് സെറ്റർ ഹാസ് died, resurrected. He is the Lord of the church. മനസ്സിലാകത്തില്ല, ഇനി ഒന്നുകൂടെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. പൗലോസിന്റെ ഈ ഒരു റിഫ്ലക്ഷൻ ഓൺ ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് എപ്പോഴൊക്കെ ക്രൂഷ്യൽ പോയിന്റിൽ പൗലോസ് യേശുവിന്റെ മരണവും ഉയർപ്പും കൊണ്ടുവരുന്നോ അവിടെ എന്താണെന്നറിയാമോ പൗലോസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? നമുക്ക് യേശുവിന്റെ മരണവും ഉയർപ്പും എന്തുവാ? നമുക്ക് യേശുവിന്റെ മരണവും ഉയർപ്പും, താങ്ക് യു ഫോർ ദ ക്രോസ്. I would have ended up in hell. Thank you because you died in place of me. That's very good. The substitutionary death of Christ, the ransom paid. I am thankful for your love and sacrifice. It's very good. പക്ഷേ പൗലോസിന് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് അവിടെ. എന്താണെന്നറിയാ? The new human, ആ പുതിയ മനുഷ്യൻ, എങ്ങനെ മനുഷ്യർ ജീവിക്കണമെന്ന് കാണിക്കാൻ വന്ന ആള്. Look at the cross. He is suffering everything not for himself. He is suffering everything for others. And he is dead, resurrected. Oh, then I want to rally behind him. This is my pattern. ഇത് ഒരിക്കലായി സംഭവിച്ച ഒരു മരണ ഉയർപ്പും അല്ല. He is setting a new model, a new way for the church to follow. I should become like him. രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം. പൗലോസിന്റെ മനസ്സിൽ യേശുവിന്റെ മരണവും ഉയർപ്പും പറഞ്ഞോ, താൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 2 കൊരിന്ത്യർ ലേഖനം 5:14-15 നോക്കിയേ. എന്താ അവിടെ പറയുന്നതെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. അപ്പൊ യേശുവിന്റെ മരണം, it is out of me. Thank you, you died for me അല്ല. When you died,
I was also there. അങ്ങനല്ലേ അവിടെ പറയുന്നത്? ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി, അടുത്ത വാക്കെന്താ? തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. തന്നെത്താൻ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കല്ലേ. മരിക്കുന്നവർ യേശുവിനായി മരിക്കുന്നു, ജീവിക്കുന്നവർ യേശുവിനായി ജീവിക്കുന്നു. കാരണം എന്താ? ബിക്കോസ് ക്രൈസ്റ്റ് ഡൈഡ് ആൻഡ് റിസറക്റ്റഡ്, ഹി ഈസ് ദ ലോർഡ് എന്ന് പറയുമ്പോ we have to imitate Christ. Church എന്ന് പറയുന്നത് a community coming together, having Christ as the cornerstone, having Christ as the bridegroom, having Christ as the head, looking at his pattern. Oh, for you life is through death, then that should be my pattern too. You gave up your rights and privileges, then I should become like you. അതാ യഥാർത്ഥ സഭ എന്ന് പറയുന്നേ. ഗലാത്യലേഖനം 2:20 വാക്യത്തിലും ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. താങ്ക് യു ഫോർ ദ ക്രോസ് എന്നല്ല പറയുന്നത്, ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. എന്നിട്ട് അടുത്ത വാക്കെന്താ? ഇനി ഞാനല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി, നോക്കണേ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇതെന്താ 14:9 പറയുന്നത്? You should not live for yourself. You should live for Lord. You should die for Lord. Because Christ has died and resurrected എന്ന് പറയുന്നത്. റോമയിലുള്ള ആൾക്കാരെ, ട്രിവിയൽ മാറ്റേഴ്സിൽ അന്യോന്യം പോരാടിയിരിക്കുന്നവരെ, അവരവരുടെ റൈറ്റിന് വേണ്ടി ഇൻകുലാബ് വിളിക്കാൻ നിൽക്കുന്നവരെ, അവരവരുടെ ബാക്ക്ഗ്രൗണ്ടിനും പ്രിഫറൻസിനും വേണ്ടി മറ്റൊരാളെ ഡിസ്പൈസ് ചെയ്യാൻ നിൽക്കുന്നവരെ, നമ്മുടെ കൺസർവേറ്റീവ് ഐഡിയ കൊണ്ട് വേറൊരാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നവരെ, you have no idea what it means to be part of a church. സഭ എന്ന് പറയുന്നത് ഒരുമിച്ച് വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും വരുമ്പോ അവരുടെ മാതൃക എനിക്ക് യേശുവിനെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ എൻ്റെ പ്രിഫറൻസ്, എൻ്റെ ഐഡിയാസ് പൊതുഗുണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ I am willing. അതാ ചർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഹാവ് ദ സെയിം മൈൻഡ് സെറ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. എന്തോ ആ മൈൻഡ് സെറ്റ്? ഒരാൾ സ്വന്തം ഗുണമല്ല, നോൺ വെജുകാരെല്ലാം അവരവരുടെ ഗുണമല്ല, വെജിറ്റേറിയൻകാരെല്ലാം അവരവരുടെ ഗുണമല്ല, ഒരാൾ സ്വന്തം ഗുണമല്ല, മറ്റൊരാളുടെ ഗുണം അന്വേഷിക്കട്ടെ. കാരണം ഇതിന്റെ എപ്പിറ്റോമേ, അൾട്ടിമേറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിൽക്കുന്നു കാൽവറിയിൽ. എന്തിനാ? താങ്കൾ വല്ലം പാപം ചെയ്തോ? യു ഹാവ് ദ റൈറ്റ് ടു കം ഔട്ട് ഓഫ് ദ ക്രോസ്, യെസ്, ബട്ട് ഫോർ യു ടു മേക്ക് യു റിച്ച്, ടു മേക്ക് യു ബ്ലെസ്ഡ്, ഐ ആം ഗോയിങ് ത്രൂ ദിസ് എന്ന് പറയുന്ന യേശുവാണ് മാതൃകയെങ്കിൽ, ഈ യേശുവാണ് എൻ്റെ ആത്മ മണവാളനെങ്കിൽ, ഈ യേശുവാണ് കോർണർ സ്റ്റോൺ എങ്കിൽ, ഹൗ ക്യാൻ അനദർ ആറ്റിറ്റ്യൂഡ് കം ഔട്ട് ഓഫ് മീ? അതിൻ്റെ അർത്ഥം I have no connection with this Jesus. സെൽഫ്ലെസ്നെസ്സിൻ്റെയും സാക്രിഫിഷ്യൽ ലവിൻ്റെയും ഗിവിങ് അപ്പ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസിൻ്റെയും ആളുമായിട്ട് I have no idea. പലയിടത്തും ഇതല്ലേ പ്രിയ ദൈവമക്കളെ ഉണ്ടാകുന്നേ. കൊരിന്ത് ആൾക്കാർ കർത്താവിദാസൻ ശുശ്രൂഷപ്പോൾ പറഞ്ഞില്ലേ, അവിടെയും പ്രശ്നം ഡിവിഷനായിരുന്നു. ഡിവിഷൻ എവിടെ വരെ പോയെന്നറിയാമോ? ആ ചർച്ചിൽ അന്യോന്യം കേസ് വരെ കൊടുത്തവര്, പബ്ലിക്കിന്റെ കോർട്ടിൽ പോയി കേസ് കൊടുത്തു. പൗലോസ് അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? 1 Corinthians 6 പറയുന്നേ, നിങ്ങൾക്കറിയത്തില്ലേ, നിങ്ങളിൽ ഉണ്ടായ കാര്യം അന്യോന്യം തീർക്കാതെ യേശുവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുടെ മുമ്പിൽ പോയി നിങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ചു, അവർ അഡ്വക്കേറ്റ് വാദിക്കുന്നത് കാണുമ്പോൾ, ഡോണ്ട് യു നോ ദാറ്റ് യു ഹാവ് ടു ജഡ്ജ് ദ വേൾഡ് വൺ ഡേ? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ,
സഹോദരിമാരെ, ഈ 17ാമത് കോൺഫറൻസിന്റെ സക്സസ് അളക്കപ്പെടുന്നത് ഇവിടെ വിളമ്പിയ ഫുഡിന്റെ മാധുര്യത്തിലല്ല, ഇവിടത്തെ വേറെ എന്തെങ്കിലും സെറ്റപ്പിലല്ല. ഈ കോൺഫറൻസിന്റെ സക്സസ് അളക്കപ്പെടുന്നത് ലെറ്റ് നോട്ട് മൈ വിൽ, ലെറ്റ് നോട്ട് മൈ പ്രിഫറൻസസ്, ലെറ്റ് യുവർ കിങ്ഡം കം, ലെറ്റ് യുവർ റെയിൻ കം എന്നിവിടെ ഇരിക്കുന്ന എല്ലാവരോട് ഒന്ന് പറഞ്ഞാൽ യു വിൽ സീ അമേസിംഗ് ഹാൻഡ് ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ യുവർ ചർച്ച്. നിങ്ങളുടെ സഭകളിൽ ഇതുവരെ പരിശുദ്ധാത്മാവ് ചലിക്കാത്തതുപോലെ പരിശുദ്ധാത്മാവിനെ തടഞ്ഞു നിൽക്കുന്ന എന്റെ പ്രിഫറൻസസ് മാറ്റിയാൽ, ഞാൻ വിശ്വസിച്ചുകൊണ്ടും ആ ആത്മാവിന്റെ നിയോഗത്തിലും വിളിച്ചു പറയുന്നത്, പലപ്പോഴും ഹോളി സ്പിരിറ്റ് ഈസ് ഗ്രീവ്ഡ് when he looks at our church. We are fighting over trivial matters, we are fighting over peripheral issues. ഇതൊന്ന് മാറ്റി, you have died for me, I am willing to die to my own privileges എന്നൊന്ന് ഏറ്റു പറഞ്ഞാൽ, ആ കൊടിയ കാറ്റിന്റെ ശബ്ദം പോലെ, ആ കാറ്റ് പോലെ, ആ ആത്മനിറവ് പോലെ നമ്മുടെ സഭകളിൽ ആത്മാവിന്റെ ഒരു വലിയ പകർച്ച ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലെ 120 പേരെ നിങ്ങൾ നോക്ക്. ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും പുതുതായിട്ട് വരുമോ? അവരോട് ആരെങ്കിലും ചോദിക്കുക, വേർ ഈസ് യുവർ ലീഡർ? ലീഡർ എന്തിയെ? ലീഡർ പോയി. അവിടെ ഇരിക്കുന്നവർ പറയുന്നത് ജീസസ് was crucified, raised again, ascended. സാധാരണ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് this is a story, this is a narrative by his disciples, his body was stolen എന്നാ അവർ പറയുന്നത്. എന്തിയെ നിങ്ങളുടെ ട്രഷറർ? അവർ പറയാ the man with the bag has disappeared. ഈ മൂവ്മെന്റിൽ ആരെങ്കിലും കയറുമോ പുതുതായിട്ട്? ലീഡർ ഇല്ലാത്ത, അതിനകത്ത് ഏറ്റവും പ്രമുഖനായ ജൂഡസ് ഇസ്കറിയത്ത് കെട്ടി ഞാന്ന് ചത്ത വാർത്ത ദേശമെല്ലാം പടർന്ന് 120 പേര് മാളിക മുറിയിൽ ഇരിക്കുക. വി ആർ ദ ചർച്ച്. അപ്പുറത്ത് നിൽക്കുന്നത് ജെറുസലേം ടെമ്പിൾ. അവിടെ അന്നാസ് ഉണ്ട്, അവിടെ കയ്യഫാവുണ്ട്, അവിടെ സാക്രിഫിഷ്യൽ സിസ്റ്റം ഉണ്ട്. ഒന്നുമില്ലാത്ത മാളിക മുറിയിൽ പറയുക, വി ആർ ഗോഡ്സ് പീപ്പിൾ, വി ആർ ഹിസ് ബ്രൈഡ്, വി ആർ ഹിസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത് അവർ ഏക മനസ്സോടെ they let go of their preferences. അവരുടെ പ്രിഫറൻസ് മാറ്റി, നോൺ എസെൻഷ്യൽ കണ്ടന്റ്മെന്റ് ഇതെല്ലാം മാറ്റി അവരുടെ നടുവിലോട്ട് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നുവെങ്കിൽ, ചർച്ച് ഓഫ് ഗോഡ്, ദൈവസഭയെ ദൈവം വിളിക്കുന്നു, allow the Holy Spirit to move in your church. ദേശം കാണട്ടെ, അയൽവക്കങ്ങൾ കാണട്ടെ. Let your colleagues see the power of God manifested in your life. ദൈവം നമ്മളെ വിളിക്കുന്നത് കേവലം കുറച്ച് ആശയങ്ങൾ പറയാൻ മാത്രമല്ല. ദൈവം നമ്മളെ വിളിക്കുന്നത് ഈ കിങ്ഡത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുത്താനാണ്. ഈ കിങ്ഡത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ശബ്ദമുണ്ടാക്കുന്നത് മാത്രമല്ല, ലോകം പകച്ച് നിൽക്കത്തക്കവണ്ണമുള്ള നീതിബോധം നമ്മളിൽ ഉണ്ടായി. ലോകത്തിന് തരാനൊക്കാത്ത സമാധാനം നമ്മളിൽ കണ്ട്, ലോകത്തിനില്ലാത്ത സന്തോഷം നമ്മളിൽ വെളിപ്പെടുമ്പോ അവർ ചോദിക്കും, this must be something. Yes, this is something. Our head is Jesus, our cornerstone is Jesus, our bridegroom is Jesus. അങ്ങനെ ഒരു ചർച്ചിലാ ചെന്ന് പെടേണ്ടത്. How to select a church? Answer ഇതാ, select a church where Christ is at the center of everything. Worship, not the worship leader. Christ is exalted. Missions, not out of religious fanaticism. അത് ഫനാറ്റിക് ഐഡിയ കൊണ്ടല്ല. We are driven by the love of God. Fellowship, why do we share? Why do we sit and have food? Not because we agree with everything, no, because Jesus has given up everything for us. This is a new family. Pastor പറഞ്ഞു, this is a new family. ഇതിനെ തുച്ഛീകരിക്കാൻ ഒക്കത്തില്ല, ഇതിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. I belong to this family because Jesus is the head of this family. അപ്പോ നിങ്ങളൊന്ന് ചിന്തിക്കേ, വചനം പഠിക്കാതെ ഇതുവെല്ലാം തലേ കയറുവോ?
വചനം പഠിക്കാതെ പലതും ചെയ്യുന്നത് കാർണാലിറ്റിയിലാണ്. സ്പിരിച്വാലിറ്റിയുടെ ഒരു അപ്പിയറൻസ് അതിനുണ്ടെങ്കിലും വിത്തൗട്ട് വേർഡ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ that is not apostolic style, that is not Jesus style, that is not early church style. They went back to scripture, understood the scriptures, proclaimed the scriptures, then asked the Holy Spirit, fill our lives to live like this. ജീവിക്കുന്നവർ, you should not live for yourself. മരിക്കുന്നവർ, die for Jesus. Why? Because Jesus died and rose again. വേറൊരർത്ഥം പറഞ്ഞാൽ, ത്രൂ ഹിസ് ഡെത്ത് ഹി കോൺകേർഡ് ഡെത്ത്. യേശുവിൻ്റെ മരണത്തിലൂടെ മരണത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു ആ ക്രൂശിൽ. അങ്ങനാണെങ്കിൽ എന്തിന് ഭയക്കണം യേശുവിനെ അനുസരിക്കാൻ? എന്തിനാ മനുഷ്യൻ്റെ അഭിപ്രായത്തിന് വേണ്ടി ജീവിക്കുന്നത്? കാരണം നമ്മളിവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും 60-70 വയസ്സിൽ അല്ല 80 ഇതെല്ലാം കഴിയുമെങ്കിൽ പൗലോസ് പറയുക, ഐ മെയ്ഡ് എ പോയിന്റ്, ഐ വിൽ ഓൺലി പ്ലീസ് ഹിം ബിക്കോസ് ഹി കോൺകേർഡ് ഡെത്ത് ത്രൂ ഹിസ് ഡെത്ത് ആൻഡ് ഹി വിൽ ബി മൈ ജഡ്ജ്. I couldn't care less what you think about me. I am looking at this righteous judge to get from him on that day, well done, faithful, good servant. നമ്മൾ പലപ്പോഴും we are so concerned about what others think. പല ഫൈറ്റിനും മുന്നേറുന്നതിൻ്റെ കാരണം we are concerned about others. The moment you realize it's all about Jesus, I have to hear from him a vindication that my running the race was on track, then I cannot think of what others, I cannot please others. I can please only Jesus. നോക്കണം, കഴിഞ്ഞില്ല. അപ്പോൾ ആ ഡെത്ത് ആൻഡ് റിസറക്ഷൻ എന്ന് പറയുന്നത് പൗലോസിന്റെ മനസ്സിൽ നോട്ട് ജസ്റ്റ് എ മാറ്റർ ഓഫ് അഡ്മയറിംഗ് ക്രോസ്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഇമിറ്റേറ്റിംഗ് ക്രോസ് ബൈ ഗിവിംഗ് അപ്പ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. എന്നിട്ട് ആ 8ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. 14ന്റെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വി ബിലോങ് ടു ദ ലോർഡ് എന്ന് പറയുന്നു. കർത്താവിൻ ഉള്ളവർ തന്നെ. നമ്മൾ ജീവിക്കുന്നവർ കർത്താവിന് വേണ്ടി ജീവിക്കണം, മരിക്കുന്നവർ കർത്താവിന് വേണ്ടി. കാരണം എന്താ? നാം കർത്താവിനുള്ളവർ. ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് വി ബിലോങ് ടു ദ ലോർഡ്. ഭയങ്കരമായ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പൗലോസ്. ഇതിന് സമമായ വാക്കുകളാണ് വി ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താ യഥാർത്ഥ ചർച്ച്? ജീസസ് മോഡലാക്കിയവരാ യഥാർത്ഥ ചർച്ച്. എന്താ യഥാർത്ഥ ചർച്ച്? വി ബിലോങ് ടു ദ ലോർഡ്, വി ആർ ബോട്ട് ബൈ ഹിം. ഇത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യും, സ്തോത്രം പറയും. പക്ഷേ റോമ സാമ്രാജ്യത്തിൽ ജീവിക്കുന്ന ഒരാള് ഈ വാക്കിനെ their eyebrows will go up. We don't have right? Is that what you're saying? We live for Christ. We belong to the Lord. We belong to the Lord എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസൽ അർത്ഥം we are slaves. We have no rights. We belong to the Lord. 15ന്റെ 3ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് മാതൃക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, വാട്ട് ആർ യു സെയിങ്? ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ മണി, ഇറ്റ്സ് മൈ ഒപ്പീനിയൻ, ആൻഡ് യു ആർ സെയിങ് ഐ ഹാവ് നോ റൈറ്റ്, ഐ ഹാവ് ടു ഗിവ് അപ്പ് മൈ റൈറ്റ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. പൗലോസ് ഉടൻ കൊണ്ടുവരിക, ഹു ഈസ് യുവർ മോഡൽ ഹിയർ? ഇൻ ചാപ്റ്റർ 15 and verse 3, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, അടുത്ത വാക്കെന്താ? ക്രിസ്തുവും തന്നിൽ തന്നെ. എന്തുവാ തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞാൽ? ഒരല്പം മനസ്സിലാക്കാൻ പാടാ മലയാളം. തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നോ? ഇംഗ്ലീഷ് പരിഭാഷ വളരെ ക്ലിയർ അല്ലേ? ഹി ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ്. ആര്? യേശു. ഹി ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ്.
അതാ മദർ വന്ന് പറഞ്ഞ് ദേ ആർ റണ്ണിങ് ഔട്ട് ഓഫ് വൈൻ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച്, അയ്യോ എൻ്റെ അമ്മ പറഞ്ഞതല്ലേ, എത്ര നാൾ കഷ്ടപ്പെട്ടത്, എത്ര നിന്ന എനിക്ക് വേണ്ടി സഹിച്ച, ഐ വിൽ ഡു ഫോർ ഇറ്റ്. അമ്മ പറയുമ്പോൾ അതുപോലെ തുള്ളാനുള്ളതല്ല ചർച്ച്. എൻ്റെ പപ്പായുടെ ആഗ്രഹമായിരുന്നു ഞാൻ സെക്രട്ടറി ആകണമെന്ന്, അതുകൊണ്ട് എന്ത് വിലയും കൊടുത്ത് ഞാൻ സെക്രട്ടറി ആവും. അതല്ല ചർച്ച്. ക്രിസ്തു ഒരു മാതൃക വെച്ചു. എന്തുവാ യേശു മറിയയോട് തിരിച്ചു പറഞ്ഞത്? എൻ്റെ നാഴിക. I cannot act as a mere man out of emotions. I cannot fight and get my things done because everybody is saying I should become. Everybody is saying, why are you silent? You should fight for it. No, I cannot do that. കാരണം ക്രിസ്തുവും തന്നെത്താൻ പ്ലീസ് ചെയ്തില്ല. He lived for Father. He came down to this world not to seek the approval and praise of people and live for himself. He wanted to hear, you are my son in whom I am well pleased. ഏതാ യഥാർത്ഥ സഭ? അവിടെ 20 പേരെ ഉള്ളെങ്കിലും ഒരുമിച്ച് എല്ലാവരുടെ വന്നിരിക്കുന്നവരുടെ അകത്തെ ആഗ്രഹം മറ്റൊരാളുടെ അപ്രിസിയേഷനും അപ്രൂവലുമല്ല. എന്നെ നോക്കി ദൈവമൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, നീ എൻ്റെ പ്രിയ മകനാണെന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, ആ നിമിഷം മുതൽ നമ്മുടെ മനസ്സിൽ വരുന്നത്, ലോർഡ് ഐ വാണ്ട് ടു പ്ലീസ് യു ആൻഡ് യു അലോൺ. നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടന്ന എന്നെ, മതത്തിനോ സമ്പ്രദായങ്ങൾക്കോ രക്ഷിക്കാൻ കഴിയാത്ത എന്നെ അങ്ങയുടെ നിർദോഷമായ നിഷ്കളങ്കമായ രക്തത്താൽ കഴുകി വീണ്ടെടുത്ത് ദൈവസഭയിൽ കൊണ്ടുവന്നെങ്കിൽ ഞാൻ ഇനി എനിക്കുള്ളവനല്ല, ഞാൻ ക്രിസ്തുവിനുള്ളവനായി അവനെ മാത്രം പ്രസാദിപ്പിക്കുന്നവനായി തീരണം. ഓ, ഇത് എഴുതുന്നയാളെ പൗലോസ് പല ആവർത്തി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഴ്സ് പലരും അത് മറച്ചു വെച്ചു. നമ്മുടെ ഈ തുടങ്ങുന്ന വാക്യങ്ങൾ, പോൾ ആൻഡ് അപ്പോസൽ, യൂഷ്വലി നമ്മൾ കാണുന്നത് സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ്, സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ദാസൻ, യേശുവിൻ്റെ ദാസൻ എന്നുള്ളതാണ്. ഔട്ട് ഓഫ് 10 in 8 places എന്തുവാണെന്നറിയാമോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? ഇറ്റ്സ് നോട്ട് the word for servant, it is doulos. Paul an apostle, a slave of Christ. ആരാ ചർച്ച് എന്ന് പറയുന്നത്? ചർച്ച് എന്ന് പറയുന്നവർക്ക് യേശു മാതൃക മാത്രമല്ല, അവരവരെ തന്നെ കാണുന്നത്, ഐ ആം ഹിസ് സ്ലേവ്, ഐ ആം വില്ലിംഗ് ടു ഗിവ് അപ്പ്, ഐ ബിലോങ് ടു ദ ലോർഡ്, ഹി ഈസ് മൈ മാസ്റ്റർ. അങ്ങനെ ഒരു ചർച്ചിൽ ആ തലയായ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 30 പേരെ ഉള്ളെങ്കിൽ അവിടെ എന്തോ ഒരു ഐക്യതയായിരിക്കും കാണുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? Where everybody is giving up their rights and only wanting to please God. ഇതാ, we cannot create unity. ചെയ്യാനൊക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ശ്രമിക്കുന്ന, അല്ല എല്ലാവരും അവരവരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ ഒത്തിരി എല്ലാവരും വന്നാൽ ഒരുപോലെ ഇരിക്കട്ടെ. വി ആർ ട്രൈയിങ് ടു ക്രിയേറ്റ് യൂണിറ്റി ലൈക്ക് യൂണിഫോമിറ്റി. എല്ലാവരും ഒരുപോലെ ഇരിക്കട്ടെ. പക്ഷേ വെരി സൂൺ യു നോ വാട്ട് യു വിൽ സീ? വൈറ്റ് കളറാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്, പക്ഷേ ഒരാളുടെ മീറ്ററിന് 300 രൂപ, ഒരാളുടെ മീറ്ററിന് 3000 രൂപ. ഇനി എന്തോ ചെയ്യും? കയറി വരുമ്പോഴേ നോക്കുക, അയ്യോ ഇതെന്തോ ഇത് വെട്ടിത്തിളങ്ങുന്നല്ലോ, ദിസ് മസ്റ്റ് ബി. പിന്നെ ഇങ്ങനെ വട്ടം കൂട്ടി നിൽക്കുക. അച്ഛാ, ഇത് നാട്ടിൽ നിന്ന് എടുത്താണോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, നാട്ടിൽ നിന്നൊക്കെ ഇത് വെട്ടി തയ്ച്ച് കൊണ്ടുവന്ന് കഴിയുമ്പം ഇദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും വന്ന് ചോദിക്കുമെന്ന്. ആകെ 30 പേരുടെ ഇടയിലുള്ള പരിപാടി ഞാൻ പറയുന്നേ. ആ 30 പേരുടെ ഇടയിലോട്ട് ഇതൊക്കെ വന്നിട്ട് ആരും ഒന്നും ചോദിക്കുന്നില്ല എങ്കിൽ പോകുന്ന വഴി തമ്മിൽ എന്തോടി ഇത് കൊള്ളത്തില്ലയോ? അപ്പൊ എന്തിനാ ചർച്ചിൽ പോയത്? ചർച്ചിൽ പോയത് നാട്ടിൽ നിന്ന് വന്ന് അതൊന്ന് കാണിക്കണം എല്ലാരെയും. വൈറ്റ് ആണോ? വൈറ്റാ, പക്ഷെ ഇത് കൂടിയ വൈറ്റാ.
Scriptural unity is not about uniformity where everybody look the all same. അതല്ല. Scriptural unity എന്ന് പറഞ്ഞാൽ we are not creating unity. പൗലോസ് എഫേസ്യ ലേഖനം 4 പറഞ്ഞത് maintain unity, not create, maintain unity. Maintain unity എന്ന് പറഞ്ഞാൽ where is it created? എവിടെ ഇത് ഉണ്ടാക്കിയത്? ഇത് ഉണ്ടാക്കിയത് ഒരു ഡിനോമിനേഷൻ അല്ല, ഇത് ഉണ്ടാക്കിയത് മനുഷ്യനല്ല. ആ ക്രൂശിൽ എല്ലാ ചുവരുകളും മതിലുകളും ഇടിച്ചു കളഞ്ഞ് തൻ്റെ രക്തത്താൽ ഇതിനെ ഒന്നാക്കിയെങ്കിൽ, യൂണിഫോമിറ്റിക്ക് വേണ്ടി പോരാടാതെ ഫൈറ്റ് ഫോർ യൂണിറ്റി, മെയിൻറ്റെയിൻ യൂണിറ്റി ഇൻ ദ സ്പിരിറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് അബൌട്ട് ഹിം. അപ്പൊ യൂണിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നറിയോ? ലോകം നേരെ എങ്ങോട്ടാ തിരിയുന്നത്? നമ്മളിലേക്കല്ല തിരിയുന്നത്, ക്രോസ്. According to Christ, unity is one on the cross. Jew-Gentile barrier is destroyed. Rich, poor, destroyed. Male, female, destroyed. But we still fight over all these things. How far you can come? താഴെ നിന്നോ കേട്ടോ, താഴെ നിന്നോ. ആരെങ്കിലും മൈക്കിംഗ് കൊണ്ടൊന്ന് സ്റ്റേജിൽ കയറിയ, by the way, I have to say this, I am not used to seeing like this. If it happens one more time, I will have to make some hard choices. എന്തുവാ വിഷയം? ആരോ പ്രാർത്ഥിക്കാൻ വന്ന ആള് ഇങ്ങോട്ട് കയറി നിന്നു, അത്രേ ഉള്ളൂ. ഈ വിഷയത്തെ പറ്റി പിന്നെ 2 ദിവസം കഴിയുമ്പം വാട്ട് യു സീ ഈസ് ഇൻ വാട്സാപ്പ് ഒരു ലേഖനം, ഹൗ ഫാർ എ പേഴ്സൺ ക്യാൻ കം. ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞും വിട്ടും ക്രൂശും പറഞ്ഞ് ഇറങ്ങിയ നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോയി മത്സരിച്ച് വലിയ മതില് പോലെ സ്റ്റേജും താഴവുമായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, we are going back to our old ways. We are all brothers and sisters in Christ. അതാ കിങ്ഡം എന്ന് പറഞ്ഞാൽ. കിങ്ഡം എന്ന് പറഞ്ഞാൽ ഹിസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ ബിക്കംസ് മൈ മോഡൽ. അത് മാത്രമല്ല, ഹി ഹാസ് ബോട്ട് മീ ബൈ ഹിസ് പ്രൈസ്. അതുകൊണ്ട് എനിക്കിനിയും ഇടിച്ചു കളഞ്ഞ മതില് പിന്നെയും കെട്ടാനൊക്കത്തില്ല. ഞാൻ അങ്ങനെ ആണെങ്കിൽ ക്രൂശിന്റെ ശത്രുവായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് ഈ പല ട്രിവിയൽ മാറ്റേഴ്സ് എന്നോട് ആൾക്കാർ ചോദിക്കുമ്പം, ഐ ഡോണ്ട് വാണ്ട് ടു സേ തിങ്സ് that will bring the power of cross down. നമുക്ക് വലിയ ആളായിട്ട് പറയാം, ഞങ്ങൾ ഇങ്ങനെയാണ്, for 80 years we have been doing like this and as long as I am alive it will be like this. കേൾക്കുന്നവരൊക്കെ തോന്നും, wow, he is very stern, yes, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ with our preferences and sternness we never know we are nullifying the power of the cross. Cross in bringing communities together, language groups together. എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു കാര്യം ഈയിടെ എൻ്റെ ചെവിയിൽ ഒരു പർട്ടിക്കുലർ ചർച്ചിനുള്ള ബന്ധത്തിൽ വന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഇതിനോടുള്ള ബന്ധത്തിൽ വേറെ ലാംഗ്വേജ് ഗ്രൂപ്പിലെ ഒരാൾ ആ ചർച്ചിൽ വന്നു, വിദേശ രാജ്യത്താണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഒരു പ്രാവശ്യമേ വന്നുള്ളൂ. ബോർഡ് കൂടിയിരിക്കുകയാണ്, ലെറ്റ്സ് നോട്ട് എൻകറേജ് എനിബഡി ഫ്രം അതർ ലാംഗ്വേജ് ഗ്രൂപ്പ് ടു കം ആൻഡ് ജോയിൻ അവർ ചർച്ച്. എന്തോ ഇതിൻ്റെ റാഷണൽ, അവർ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഴുക്കായി പോകും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക സ്കൂളുണ്ടോ? നമ്മുടെ കൾച്ചറിലും ട്രഡീഷനിലും മാത്രം വളർത്തുന്ന സ്കൂളുണ്ടോ? എന്താ ഇതിന് മാത്രം ഒരു വലിയ, അതിന് ഏത് വിപ്ലവം ഏത് അറ്റം വരെയും പോവും. വേറൊരാൾ എൻ്റെ അടുക്ക വന്നിരുന്ന ബിക്കോസ് ഓഫ് ഹിം എൻ്റെ കുഞ്ഞുങ്ങൾ അഴുക്കായി പോവും. ഞാൻ പറയുന്നത്, നമ്മളിൽ രാജ്യത്തിൻ്റെ നീതിയും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ give him a chance so that the light in you will influence him. Why are you afraid? When somebody comes and sitting with you to listen to the word of God, how can we discriminate the body of Christ? How can we say you don't? ചില പറയുന്ന ചില പ്രത്യേക പ്രാക്ടീസ് കൊണ്ട് we will not serve communion to you. I am scared. കാരണം എന്താണെന്നറിയാമോ നമ്മൾ ചെയ്യുന്നത്? ആ സമയത്ത്
You don't belong to this table. Who is deciding? I am deciding. When Jesus is saying, you are mine, I died for you. You are from a different language group, but I love you the same way I love another Malayali. Who am I to say, don't take part in this? That is a criminal offense against the cross of Christ. പൗലോസ് ഇങ്ങനെയുള്ള വിഷയം വലുതാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ, he is concerned of pleasing the king. He has started a new kingdom. That new kingdom should not have any color of one language. അതാ പൗലോസിന്റെ ഇഷ്യൂ ഇവിടെ. അല്ലെങ്കിൽ റോമിലെ ചർച്ച് എങ്ങനെ ഇരിക്കും? ജൂയിഷ് ചർച്ച് ഒരു സൈഡിലും 400 മീറ്റർ ഓടിക്കുമ്പം ജെന്റൈൽ ചർച്ച് ഒരു സൈഡിലും കാണും. അത് കിങ്ഡം ഓഫ് ഗോഡ് അല്ല, അതെൻ്റെ പ്രിഫറൻസിൻ്റെ റിഫ്ലക്ഷനാണ് രണ്ട് സൈഡിലും കാണുന്നത്. പൗലോസും യേശുവും എൻവിസേജ് ചെയ്ത ചർച്ച്, from all tribes, from all language, people coming together, worshiping, singing hallelujah to the Lord of Lords and King of Kings. അധികം ഹല്ലേലൂയയും ആമേനും വന്നില്ല, but it is truth. Think about it. Consider in your church, start praying for the nations, start praying for other language groups. I know strong people have to change to make this difference. നോക്കണമേ, മൂന്നാമത്തേതും അവസാനത്തേതുമായ കാര്യം ഞാൻ ഇതിനകത്ത് കാണുന്നത് 15-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, യേശു നിങ്ങളുടെ മാതൃകയാണ് 1, നിങ്ങൾ യേശുവിനുള്ളവരാണ് 2, 15-7 അതുകൊണ്ട്. അല്ല, ഇതൊന്നും പറയാനൊക്കത്തില്ല. നിങ്ങളെല്ലാം ഒന്നാകണമെന്നൊന്നും അതുകൊണ്ട് എന്തു ചെയ്യണം? ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. This is the last words that I want to leave with you. Because Christ has accepted us, invited us to belong to his family, to share from his table, we should have a broader mind, a kingdom mind, to accept another person without judging or despising based on my culture or my preference. Accept him, പൗലോസ് പറയുക. ഇത് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? കറതീർന്ന യഹൂദനാ, 8-ാം നാളിൽ പരിച്ഛേദനയേർത്ത ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇസ്രായേലിൽ നിന്ന് ജനിച്ച ഇസ്രായേലിയൻ. പൗലോസിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ പ്യോർ ബ്ലഡ് ആണ്. ഇന്നത്തെ ഇതിൽ പറയുന്ന പോലെ പെന്തിക്കോസ്തിന്റെ അങ്ങനെ അങ്ങ് പറയും. അധികം പറയാനില്ല എന്നുള്ളത് പഠിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ, അത് വേറൊരു കാര്യം. എന്നാൽ ഈ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ? 1 Corinthians 8:13 ഞാൻ പലപ്പോഴും വായിച്ച്, ഐ തിങ്ക്, Joe, how far have you shaped your life like this? എന്തുവാ ഈ കറതീർന്ന യഹൂദൻ പറയുന്നത്? ക്രിസ്തുവിന്റെ ദർശനമുണ്ട്, ഞാൻ യേശുവിൻ്റെ അടിമയാണെന്ന് മനസ്സിലാക്കിയ ആള് പറയുക, ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരൻ ഇടർച്ച വരാതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. What is he doing? He is giving up his right and privilege. For what? I want to win them. To win the Jew, I became like a Jew. To win the Gentile, I became like them. തിമത്തിയോസിന്റെ അപ്പൻ ഒരു യവനായ ആളാണ്, അമ്മ ഒരു യഹൂദ ആളാണ്. പൗലോസിന്റെ ടീമിൽ എടുത്തപ്പോൾ പൗലോസ് ആദ്യം ചെയ്തത് circumcised him. എന്തിനാ? so that you will have acceptability among the Jewish people. ഇന്നുള്ള ആൾക്കാരാണ് എന്തോ പറയും, you are very diplomatic. You know the kingdom has nothing to do with circumcision, because you only wrote neither circumcision nor circumcision matters, counts. What matters is new creation, and you are doing circumcision. You are asking Timothy to be circumcised. What is this? This is double standard. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പൊ എഴുതാനൊക്കെ എളുപ്പമാണ്, പലർക്കും മുഖവും ഇല്ല എഴുതാൻ, എഴുതി അങ്ങ് വിടാമല്ലോ.
എഴുതാനും വീഡിയോ എടുത്ത് വിടാനും അതൊക്കെയാ പലരുടെ ത്രില്ലെന്ന് പറയുന്നത്. ടു ക്രിയേറ്റ് കോൺട്രവേഴ്സീസ്. പൗലോസ് പറയുക, so that he will have a better reach for the kingdom, I would ask him to do. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗലാത്യലേഖനം 2:11 മുതലുള്ള വാക്യത്തിൽ പൗലോസിനെക്കാട്ടിൽ സീനിയർ ആ മിനിസ്ട്രിയിൽ പീറ്റർ. ഈസ് ലൈക്ക് എ ബിഷപ്പ്. പക്ഷെ ബിഷപ്പ് ഒരു പരിപാടി ചെയ്തു. എന്തോ പരിപാടി ചെയ്തതെന്നറിയാം? ഇൻ ആന്റിയോക്ക് ടേബിളിന് ചുറ്റും പത്രോസ് ഇരുന്ന് കഴിക്കുന്നു, കൂടെ യവനന്മാരും എല്ലാം ഇരുന്ന് കഴിക്കുക. അപ്പോഴാ ഒരു ഫോൺ കോൾ വന്നു, ജെയിംസും ടീമെല്ലാം വരുന്നുണ്ട്, ജെറൂസലേമിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് വാട്സാപ്പ് സന്ദേശം കിട്ടി. പെതുക്കെ വന്ന് പീറ്ററോട് പറഞ്ഞു, കഴിയാറായോ, ഭക്ഷണം കഴിക്കാറായോ? അവർ വരുന്നുണ്ട്, 5 മിനിറ്റിനുള്ളിൽ അവരിവിടെ എത്തും. പത്രോസ് ഈ നൈഫും ഫോർക്കും കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയുക. ഇനിയുണ്ട്, ഇനിയും 10 മിനിറ്റ് കഴിക്കാനുള്ളതുണ്ട്. പെട്ടെന്ന് ഇത് ഡ്രോപ്പ് ചെയ്തു. ഐ തിങ്ക് ഐ ഗോട്ട് ടു ഗോ, ഐ ഫോർഗോട്ട്. ജെന്റൈൽസിന് അപ്പോഴേ ചിന്തിച്ചു, അയ്യോ ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ അല്ലല്ലോ എന്നും പോകുന്നേ, കുറച്ച് നേരം കൂടി ഇരിക്കുന്നതാണല്ലോ, എന്തു പറ്റി പാസ്റ്റർ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പകുതി ഇട്ടിട്ട് ഈ ഗോട്ട് ടു ഗോ, ഹിസ് ഫേസ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ്, വാട്ട് ഹാപ്പൻഡ്? പിന്നെ അവർക്ക് മനസ്സിലായി, പേടിയാ പത്രോസിന്. ആരെ? യെരുശലേമിൽ നിന്ന് ആ ടീം വരുമ്പോൾ അവർ കാണുക പത്രോസ് ഇരുന്ന് ഈ ജാതികളുടെ കൂടെ കഴിക്കുന്നു എന്ന് തോന്നിയാൽ തിരിച്ച് ജെറുസലേമിൽ ചെല്ലുമ്പോൾ പിന്നെ അവസരം കിട്ടത്തില്ല. പിന്നെ ജനറൽ കൺവെൻഷന് വിളിക്കത്തില്ല. ഇന്നത്തെ ജനറൽ കൺവെൻഷൻ പോലെ അന്നത്തെ ജെറുസലേംകാരുടെ അപ്രൂവൽ ഇല്ലെങ്കിൽ പോയി. ജൂനിയർ ആ മിനിസ്ട്രിയിൽ പൗലോസ് എന്തോ ചെയ്തതെന്നറിയാം? യു ആർ എ ഹിപ്പോക്രറ്റ് എന്ന് പത്രോസിന്റെ മുഖത്ത് നോക്കി എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു. പത്രോസിന്റെ തൊട്ടടുക്ക നിൽക്കുന്ന ആള് ബർന്നബാസാ. ആരാ ബർന്നബാസ്? പൗലോസിന് ഒരു ശുശ്രൂഷ ഇല്ലാതെ താൻ ഇരുന്നപ്പോ ഈ ബർന്നബാസാ വന്ന് പറഞ്ഞത്, കം ടു ആന്റിയോക്ക്, ഐ സീ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഇൻ യു. മെന്ററാ പൗലോസിന്റെ ബർന്നബാസ്. എന്നിട്ട് തീർന്നില്ല, പൗലോസ് പറയാ, നോട്ട് ഓൺലി യു, ഈവൻ ബർന്നബാസ് ഈസ് ഡൂയിങ് ഹിപ്പോക്രറ്റിക്കൽ ആക്ഷൻ വിത്ത് ജെന്റൈൽസ്. അക്സെപ്റ്റിംഗ് വൺ അനദർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തുവാ ഫോർ പോൾ? പൗലോസ് പറയുന്നത്, the moment you got up from that table, you made them feel they are out of the covenant, out of the kingdom. If you know the power of cross, if you know what Christ has done on the cross, ക്രൂശിൽ ചെയ്തതിനെ കുറിച്ച് ആർക്കാ? പ്രസംഗകനാ പത്രോസ്, ബിഷപ്പാ പത്രോസ്. പത്രോസേ, എന്നെക്കാട്ടി സീനിയറാ നീ മിനിസ്ട്രിയിൽ. എത്ര ജെറുസലേം ചർച്ചിന്റെ വലിയ ആളാണ് താങ്കൾ. പക്ഷേ യുവർ സ്റ്റാൻഡ് ഓൺ ദിസ് മാറ്റർ, the very fact that you got up and withdrew fellowship, that just suggests that they are inferior to you. പൗലോസ് അതുകൊണ്ടാ ഗലാത്യലേഖനം 3:28 പറഞ്ഞത്, there is neither male nor female, there is neither Jew nor Gentile, neither slave nor master, all are, അടുത്ത വാക്ക് ഉറക്കെ പറയാമോ? all are one in Christ. Church of God in order, ഈ 17ാമത് കോൺഫറൻസിൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, more than our preferences, what matters to God and it should matter to us is kingdom principles. More than our cultural heritage, what should drive us is kingdom agendas. More than what people look at us and say, good brother, keep on fighting, we should check, what am I fighting for? Am I fighting for trivial matters or I am fighting for the kingdom? ഈ മെസ്സേജിന്റെ സമാപന നിമിഷങ്ങളിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ട്രിവിയൽ മാറ്റേഴ്സിൽ ഫൈറ്റ് ചെയ്യുന്നതല്ല ദൈവരാജ്യം. പിന്നെ എന്താ ഇത്? പിന്നെ നീതിയാണിത്.
ഏത് നീതിയാ? ആരുടെ നീതിയാ? ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നീതിയല്ല, ഞാൻ എൻ്റെ സംഘടനയിൽ പഠിച്ച നീതിയല്ല, ഉയരത്തിൽ ക്രൂശിൽ കണ്ട നീതി. നീതി, നീതി, നീതി. സമാധാനം എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടന്നപ്പോൾ എനിക്ക് തോന്നിയ സമാധാനമല്ല. എൻ്റെ മനസ്സിൽ ഐ ഫീൽ പീസ്. വാട്ട് പീസ് ആർ വി ടോക്കിംഗ് അബൌട്ട്? ദ പീസ് ദാറ്റ് ഈസ് വൺ ഓൺ ദ ക്രോസ്. ജോയ് എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിലെല്ലാം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷമല്ല, ആത്മാവിൽ എൻ്റെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഗിവ് അപ്പ് ചെയ്യുമ്പോൾ ആത്മാവിലുള്ളൊരു സന്തോഷമാണ്. സോണി ബ്രദർ മുമ്പിലേക്ക് കടന്നു വന്ന് നമ്മൾ ഒരുമിച്ച് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ കാലമിനി ഏറെ ഇല്ല എന്നുള്ള ഗാനം പാടാൻ പോവുക. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. രണ്ട് വശത്ത് നിൽക്കുന്ന കോൺഗ്രിഗേഷനോട് പൗലോസ് എന്തോ പറയുന്നത്? നിങ്ങൾക്ക് എന്തോ വേണം? ജോയ്. ജോയ്. പറയട്ടെ, മാനുഷികമായി ഇന്ന് നോക്കിയാൽ അസാധ്യമായിരിക്കും ഒരു സമാധാനം ഉണ്ടാകാൻ. മാനുഷികമായി നോക്കിയാൽ ഈ രണ്ട് വശത്ത് നിൽക്കുന്നവർ ഒരുമിച്ച് സന്തോഷിക്കാനോ ഇറ്റ് ഈസ് ഇംപോസിബിൾ. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ വെൻ കിങ്ഡം വിൽ കം ഇൻ എ പ്ലേസ്. ഖേയോസിന്റെ നടുക്ക് നിന്നും കൺഫ്യൂഷന്റെ നടുക്ക് സമാധാനം കൊണ്ടുവരുന്ന, സന്തോഷം കൊണ്ടുവരുന്ന, നീതി വെളിപ്പെടുത്തുന്ന ആ ദൈവരാജ്യത്തിന്റെ ശക്തിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ പേഴ്സണൽ പ്രോബ്ലത്തോടെ ഇരിക്കുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ മേ ബി യു മൈറ്റ് ഹാവ് കം ടു ദിസ് കോൺഫറൻസ് വിത്ത് ദാറ്റ് ടർമോയിൽ ഇൻസൈഡ് ഓഫ് യു. അവിടെ സമാധാനത്തിന് ഒരു സാധ്യതയുമില്ല, അവിടെ സന്തോഷത്തിന് ഒരു സാധ്യതയുമില്ല. ആ സിറ്റുവേഷന്റെ നടുക്കിൽ ദൈവശക്തി ഒന്നിറങ്ങി വന്നാൽ ഈ കോൺഫറൻസിന് വന്നതുപോലെയല്ല, സമാധാനത്തോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവം ഒരു പുതിയ ചൈതന്യം നിങ്ങളുടെ മേൽ പകരുവാൻ പോകുകയാണ്. നിങ്ങളുടെ ചർച്ചിൽ, ലോക്കൽ ചർച്ചിൽ, that peace that you're talking about, joy that you're talking about, it's missing. It's been several years. We are crying for it. We are praying for it. എന്നാൽ കേൾക്കണമേ, നമ്മുടെ അജണ്ടസ് മാറ്റിവെക്കുന്ന നിമിഷത്തിൽ there will come the kingdom of heaven. ഖേയോസിന്റെ നടുവിൽ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും വരുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാമോ? ദൈവരാജ്യം എന്നുള്ളത് തിന്നുക കുടിക്കുക കാര്യമല്ല. ഇത് ദൈവത്തിന്റെ രാജ്യവും നീതിയും സമാധാനവും സന്തോഷവുമാണെങ്കിൽ ദൈവസഭയിൽ വന്നിരിക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ മുമ്പിൽ കർത്താവ് നൽകുന്ന ഒരു ദിവസം, ഒരു വർഷം, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഒരുമിച്ച് കൂടി വരും. അതിന് മുമ്പിൽ എന്തൊക്കെ സംഭവിക്കും? we don't know. how many of us will be there? we don't know. എന്നാൽ ഇതിന്റെ എല്ലാം മുമ്പിൽ ഒരു പ്രതിജ്ഞ എടുക്കാൻ ഒക്കും. Lord, help me. വിശുദ്ധിയെ തികച്ച് ഓടാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഈഗോയും ഇഷ്ടങ്ങളുമല്ല, your kingdom, that righteousness, let it come and settle in my heart. ഈ ആഗ്രഹമുള്ള എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം അതാത് സ്ഥാനത്തിൽ. വളരെ പ്രത്യാശയോടെ ആ സമർപ്പണത്തോടെ കരങ്ങൾ അടിച്ചു ചേർന്ന് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ള ഗാനത്തിന്റെ വരികൾ പാടുമ്പോൾ പ്രത്യാശയോടെ സമർപ്പണത്തോടെ പാടി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം.